ഇന്ത്യ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ 90% കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയാണ്. ചിലർ വെറുതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു നിമിഷം ഞെട്ടൽ തോന്നിയില്ലേ? കാരണം ഇത് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകനല്ല, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. അപ്പോൾ ഖാർഗെജി ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് തന്നെയാണോ ഈ കണക്ക് പറഞ്ഞത്? 90%, അത്രയും വലിയൊരു ശതമാനം. അപ്പോൾ ഒരു ചെറിയ സംശയം മാത്രം. 2014 ശേഷം ഇന്ത്യയിൽ നടന്നത് എന്താണ്? മോദി സർക്കാർ 12 വർഷത്തോളം അധികാരത്തിലിരുന്നു. ഈ 12 വർഷവും മോദിജി പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കോൺഗ്രസ് പണ്ട് ചെയ്ത പദ്ധതികളുടെ ഫയലിൽ പുതിയ തീയതി അടിക്കുകയായിരുന്നു. റോഡ് പണിതാൽ കോൺഗ്രസ്, റെയിൽവേ വൈദ്യുതീകരിച്ചാൽ കോൺഗ്രസ്, വിമാനത്താവളം വന്നാൽ കോൺഗ്രസ്, വന്ദേ ഭാരത് വന്നാൽ കോൺഗ്രസ്, പ്രതിരോധം ഉൽപാദനം വർദ്ധിച്ചാൽ അതും കോൺഗ്രസ്, UPI വന്നാൽ കോൺഗ്രസ്, എന്ത് ചെയ്താലും കോൺഗ്രസ്. അപ്പോൾ മോദി സർക്കാർ ചെയ്തത് എന്താണ് ഖാർഗെജി? ഇതാണ് യഥാർത്ഥ ചോദ്യം. ആദ്യം റോഡിന്റെ കാര്യം തന്നെ നോക്കാം. 2014 ഇന്ത്യയിലെ ദേശീയപാത ശൃംഖല ഏകദേശം 90,000 കിലോമീറ്റർ ആയിരുന്നു. 2026 അത് ഏകദേശം 1,00,000 കിലോമീറ്റർ ഉയർന്നതായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ പറയുന്നത്. അതായത് ഏകദേശം 60% വർധന. ഹൈസ്പീഡ് കോറിഡോറുകൾ ഇത്രയും വർധനവുണ്ടായി. കോൺഗ്രസ് 2014 മുമ്പേ പണിത് വെച്ചതാണോ? പണിതിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് പണിതത്? കോൺഗ്രസ് അടിത്തറയിട്ടു എന്ന വാദം വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അടിത്തറ ഇട്ടതും കെട്ടിടം പണിതതും ഒരു കാര്യമല്ല. രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ സർക്കാരും മുമ്പുള്ളതിന്റെ മുകളിൽ പുതിയതായി നിർമ്മിക്കണം. അല്ലാതെ ഇവിടെ 30 വർഷം മുമ്പ് ഞങ്ങൾ മണ്ണിളക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നത്തെ കെട്ടിടത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് വികസനത്തിന്റെ കണക്കല്ല, ക്രെഡിറ്റിന്റെ കണക്കാണ്. ഇനി റെയിൽവേ ആണ്. ഇതാണ് വലിയൊരു ഉദാഹരണം. 2014 ഏകദേശം 21 റൂട്ട് കിലോമീറ്റർ റെയിൽവേ വൈദ്യുതീകരിച്ചിരുന്നതായി സർക്കാർ കണക്കുകൾ പറയുന്നു. 2026 ഇത് കൂടി. ബ്രോഡ് ഗേജ് ശൃംഖലയുടെ ഏകദേശം 99% വൈദ്യുതീകരിച്ചു. ഇനി ഖാർഗെജിയോട് ചോദിക്കാം, ഇത് കോൺഗ്രസിന്റെ 90% പെടുമോ? അങ്ങനെയെങ്കിൽ ഒന്ന് പറയട്ടെ, മോദി സർക്കാർ റെയിൽവേ വൈദ്യുതീകരിച്ചാലും ക്രെഡിറ്റ് കോൺഗ്രസിന്, വന്ദേ ഭാരത് കൊണ്ടുവന്നാലും ക്രെഡിറ്റ് കോൺഗ്രസിന്, റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചാലും ക്രെഡിറ്റ് കോൺഗ്രസിന്. അപ്പോൾ മോദി സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ട്രെയിൻ കോൺഗ്രസ് സംഭാവനയാണ് എന്ന് ടിക്കറ്റിൽ അച്ചടിക്കണോ? 2019 ഇന്ത്യയുടെ തന്നെ രൂപകൽപ്പനയും നിർമ്മാണവുമുള്ള വന്ദേ ഭാരത് ആരംഭിച്ചു. 2026 ഏപ്രിലോടെ 162 വന്ദേ ഭാരത് സർവീസുകൾ പ്രവർത്തിക്കുന്നതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് ഇത് വെറും ട്രെയിനുകളുടെ എണ്ണം കൂട്ടിയ കഥയല്ല. ട്രെയിനിന്റെ വേഗത, സൗകര്യം, സാങ്കേതിക വിദ്യ, സുരക്ഷ എന്നിവയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇനി വിമാനത്താവളങ്ങൾ. 2014 ഇന്ത്യയിൽ 74 വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് 2026 ആയപ്പോൾ ഇത് ഉയർന്നു. ചെറിയ നഗരങ്ങളെയും വ്യോമയാന ശൃംഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അത്. ഒരിക്കൽ വിമാനയാത്ര എന്നത് വലിയ നഗരങ്ങളിലെ ആളുകളുടെ കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ചെറു നഗരങ്ങളിൽ നിന്ന് പോലും വിമാന സർവീസുകൾ ലഭിക്കുന്ന സാഹചര്യം വളർന്നു. അപ്പോൾ ചോദ്യം, ഇതും കോൺഗ്രസ് 90% ചെയ്തതാണോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധം. ഇവിടെയാണ് കോൺഗ്രസിന്റെ തങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന വാദം കുറച്ചുകൂടി പരിശോധിക്കേണ്ടത്. കാരണം പ്രതിരോധത്തിൽ ഇന്ത്യയുടെ സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 2014-15 ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം ഏകദേശം 46 കോടിയായിരുന്നു. 2025-26 ഇത് 1,00,000 കോടിയായി ഉയർന്നതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതിരോധ കയറ്റുമതി 2013-14 കണക്കിൽ നിന്നും ഇപ്പോൾ അത് വ്യത്യസ്തമാണ്. വാങ്ങുന്ന രാജ്യം എന്നതിൽ നിന്ന് നിർമ്മിക്കുന്ന രാജ്യം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നീക്കമായിരുന്നു അത്. സ്വദേശി പ്രതിരോധ ഉൽപാദനം, മെയ്ക്ക് ഇൻ ഇന്ത്യ, സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം, പ്രതിരോധ കയറ്റുമതി, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. പക്ഷേ 2014 ശേഷം ഈ മേഖലയിൽ ആത്മനിർഭർ ഭാരതയെ ഒരു പ്രധാന ലക്ഷ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഖാർഗെജി ഇതും 90% കോൺഗ്രസിന്റെ സംഭാവനയാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന കാലത്തും ഞങ്ങൾ തന്നെയാണ് ആത്മനിർഭർ ഭാരതിന്റെ പിതാക്കൾ എന്ന് പറയേണ്ടി വരുമല്ലോ. ഇനി ഡിജിറ്റൽ ഇന്ത്യ. ഇന്നൊരു ചെറിയ ചായക്കടയിൽ പോലും QR കോഡ് കാണാം. പണം അയക്കാൻ ബാങ്ക് തുറക്കേണ്ടതില്ല. UPI, ഡിജിറ്റൽ പേയ്മെന്റ്, ഓൺലൈൻ സർക്കാർ സേവനങ്ങൾ, ഡിജിറ്റൽ ഐഡന്റിറ്റി, ഇതൊക്കെ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യമാണ്. അപ്പോൾ ഇതും കോൺഗ്രസ് കാലത്ത്
തങ്ങൾ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞ് മുഴുവൻ ക്രെഡിറ്റും സ്വന്തമാക്കുമോ? ഒരു പാർട്ടി ഒരു ആശയം തുടങ്ങിയത് വേറെ കാര്യം, അതിനെ രാജ്യവ്യാപകമായി വലിയ തോതിൽ നടപ്പാക്കിയത് വേറെ കാര്യം. ആശയത്തിന് ക്രെഡിറ്റ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നടപ്പാക്കലിന്റെ ക്രെഡിറ്റ് മുഴുവൻ പഴയ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നോക്കരുത്. ഇനി വീടും വെള്ളവും ഗ്യാസും, PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത്, സൗഭാഗ്യ മുദ്ര, ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെയുണ്ട്. ഇവയൊക്കെ സാധാരണക്കാരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2014-26 കാലത്ത് വീടുകൾ, ശുദ്ധമായ പാചക ഇന്ധനം, പൈപ്പ് വെള്ളം, വൈദ്യുതി, ശുചിത്വം, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ വലിയ വ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയുടെ ഗുണഫലത്തെക്കുറിച്ച് രാഷ്ട്രീയമായി വാദിക്കാം, പദ്ധതികളുടെ നടപ്പാക്കലിനെ വിമർശിക്കാം, പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാ മേഖലകളിലും ഇപ്പോൾ നല്ല മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? വീണ്ടും അതേ ചോദ്യം. ഇതും 90% കോൺഗ്രസിന്റെ ക്രെഡിറ്റ് ആണോ? ഇനി യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ഖാർഗെജി പറയുന്നത് തങ്ങളാണ് ചെയ്തത്, മറ്റുള്ളവർ ക്രെഡിറ്റ് എടുക്കുന്നു. ശരി, പക്ഷേ ഇന്ത്യയുടെ വികസനം എന്നത് ഒരു പാർട്ടിയുടെ കുടുംബസ്വത്തല്ല. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവ അംഗീകരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ 2014 ശേഷമുണ്ടായ പഴയ മാറ്റങ്ങളും പഴയ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ശരിയാണോ? അതുപോലെ BJP സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്രെഡിറ്റ് ആക്കി മാറ്റുന്നത് എന്ത് യുക്തിയാണ്? വിമർശനം വേണം, ചോദ്യങ്ങൾ വേണം, പ്രതിപക്ഷം വേണം, പക്ഷേ ക്രെഡിറ്റ് പോരാട്ടം മാത്രം കൊണ്ട് രാജ്യത്തിൻ്റെ വികസന ചരിത്രം എഴുതാൻ ഖാർഗെജിയോട് അവസാനമായ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഇന്ത്യയുടെ വികസനത്തിൻ്റെ 90% കോൺഗ്രസ് ചെയ്തതാണെങ്കിൽ 2014 ശേഷം BJP സർക്കാർ ചെയ്ത 10% വികസനം എന്തൊക്കെയാണ്? റോഡാണോ? അല്ലേ. റെയിൽവേ വൈദ്യുതീകരണമാണോ? അതുമല്ലേ. വന്ദേ ഭാരത് ആണോ? അല്ലേ. വിമാനത്താവളങ്ങളുടെ വർധനമാണോ? അതുമല്ലേ. പ്രതിരോധ ഉൽപാദനമാണോ? അല്ലേ. ഡിജിറ്റൽ ഇന്ത്യ ആണോ? UPI ആണോ? വീടുകൾ, ഗ്യാസ്, വെള്ളം, ബാങ്കിങ്, ശുചിത്വം തുടങ്ങിയ പദ്ധതികളാണോ? അല്ലേ. അപ്പോൾ ബാക്കി 10% എവിടെയാണ് ഖാർഗെജി? അല്ലെങ്കിൽ 90% ഞങ്ങൾ ചെയ്തു, ബാക്കി 10% മോദി സർക്കാർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനത്തോടെ ഇരിക്കുകയാണോ? ഇന്ത്യയുടെ വികസനം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ 90% വികസനവും തങ്ങളുടേത് എന്ന് ആരെങ്കിലും അവകാശപ്പെടുമ്പോൾ അവരോട് ചോദിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ശരി, എന്നാൽ കഴിഞ്ഞ 12 വർഷമായി രാജ്യം കണ്ണുകൊണ്ട് കാണുന്ന ഈ മാറ്റങ്ങൾ എന്താണ്? ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ, വൈദ്യുതീകരിച്ച റെയിൽവേ, വന്ദേ ഭാരത്, വിമാനത്താവളങ്ങൾ, മെട്രോ, ഡിജിറ്റൽ പേയ്മെന്റ്, UPI, പ്രതിരോധ ഉൽപാദനം, പ്രതിരോധ കയറ്റുമതി, വീടുകൾ, ഗ്യാസ് കണക്ഷനുകൾ, പൈപ്പ് വെള്ളം, ഡിജിറ്റൽ ഭരണ സംവിധാനം, ഇവയെല്ലാം ചേർന്നാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാകുന്നത്. ഒരു പാർട്ടി വന്ന് എല്ലാം തങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ മാത്രം ചരിത്രം മാറില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നത് കണക്കുകളാണ്, ജനങ്ങൾ വിലയിരുത്തുന്നത് അനുഭവമാണ്. വികസനം അളക്കുന്നത് റോഡിൻ്റെ നീളത്തിലും, റെയിൽവേയുടെ വൈദ്യുതീകരണത്തിലും, വിമാനത്താവളങ്ങളുടെ എണ്ണത്തിലും, വ്യവസായത്തിൻ്റെ വളർച്ചയിലും, പ്രതിരോധ ഉൽപാദനത്തിലും, ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിലുമാണ്. അതുകൊണ്ട് ഖാർഗെജി ക്രെഡിറ്റ് വേണമെങ്കിൽ എടുക്കൂ, പക്ഷേ മറ്റുള്ളവർ ചെയ്തതിൻ്റെ ക്രെഡിറ്റും സ്വന്തം അക്കൗണ്ടിൽ എഴുതാൻ നോക്കരുത്. കാരണം രാജ്യം കാണുന്നുണ്ട്, ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കണക്കുകൾ പുറത്തുണ്ട്. അതിനാൽ ഒരു ചോദ്യം മാത്രം, ഇന്ത്യയുടെ വികസനത്തിൻ്റെ 90% കോൺഗ്രസ് ചെയ്തതാണെങ്കിൽ മോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് ചെയ്തത് എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ക്രെഡിറ്റ് ആരുടേതെന്ന് അതിനുശേഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇതാണ് യഥാർത്ഥ കണക്ക്, ഇതാണ് യഥാർത്ഥ ചോദ്യം. അല്ലാതെ മൈക്കിന് മുന്നിൽ നിന്ന് 90% ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ മാത്രം ചരിത്രം മാറില്ല. അല്ലെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക പാരമ്പര്യമുണ്ട്. രാജ്യത്ത് എന്തെങ്കിലും നടന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയെങ്കിലും സ്വന്തം അക്കൗണ്ടിൽ ചേർക്കുക. റോഡ് പണിതോ? ഞങ്ങൾ അടിത്തറയിട്ടതാണ്. റെയിൽവേ വികസിച്ചോ? ഞങ്ങളുടെ കാലത്താണ് അത് ആരംഭിച്ചത്. IT വളർന്നോ? തങ്ങളാണ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്. സാമ്പത്തിക വളർച്ച ഉണ്ടായോ? ഇതിൻ്റെ അടിസ്ഥാന നയങ്ങൾ തങ്ങളുടേതാണ്. ഡിജിറ്റൽ ഇന്ത്യ വന്നോ? ഇതിൻ്റെ ആശയം തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു. UPI വന്നോ? ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ അടിത്തറ തങ്ങളിട്ടതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ആശയം ഒരിക്കൽ ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അടുത്ത 50 വർഷത്തെ എല്ലാ നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് അവർക്കാണോ? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി നാളെ ചന്ദ്രനിലേക്ക് ഇന്ത്യക്കാരൻ പോയാലും പറയാം,
ചന്ദ്രയാൻ പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചതാണ്. അടുത്ത ദിവസം ആരെങ്കിലും ചോദിക്കും ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ്? ഉത്തരം അത് വേറെ കാര്യം, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ 90% തങ്ങളുടേതാണ്. ഇതാണ് പ്രശ്നം. ചരിത്രത്തിൽ മുൻ സർക്കാരുകൾക്ക് പങ്കുണ്ടെന്നത് നിഷേധിക്കേണ്ട കാര്യമല്ല. വികസനം ഉണ്ടാവുമായിരിക്കും. കോൺഗ്രസ് സർക്കാരുകൾ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും സ്ഥാപന നിർമ്മാണത്തിലും നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അടുത്ത തലമുറ ചെയ്ത എല്ലാ കാര്യങ്ങളും പഴയ തലമുറയുടെ പേരിൽ എഴുതി വെക്കാൻ കഴിയില്ല. രാജ്യം ഒരു പാർട്ടിയുടെ സ്വകാര്യ പ്രൊജക്റ്റ് അല്ല. ഒരു സർക്കാർ ഒരു പദ്ധതി തുടങ്ങും, അടുത്ത സർക്കാർ അത് വികസിപ്പിക്കും, മറ്റൊരു സർക്കാർ അതിൽ മാറ്റം വരുത്തും, പിന്നെയുള്ള സർക്കാർ അതിനെ കൂടുതൽ വലുതാക്കും. അതാണ് ജനാധിപത്യം. അല്ലാതെ തങ്ങൾ വിത്തിട്ടു അതുകൊണ്ട് മരത്തിലെ ഇന്നത്തെ എല്ലാ പഴങ്ങളും ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ കർഷകൻ പോലും ചിരിക്കും. ഇനിയും ഇവർ ക്രെഡിറ്റിന്റെ കളി തുടരുകയാണ്. രാജ്യം മുന്നോട്ട് പോകുന്നത് കാണാതെ ഇത് തങ്ങളുടേത് അത് തങ്ങളുടേത് എന്ന കണക്കെടുപ്പ് മാത്രം, രാജ്യം മാറിയതിന്റെ കണക്ക് പറയേണ്ടിടത്ത് ക്രെഡിറ്റ് ആരുടേതെന്ന കളിയിലാണ് ഇപ്പോഴും ഇവർ. ജനങ്ങൾ വികസനം കാണുന്നു, ഇവർ പഴയ ഫയലുകളിൽ സ്വന്തം പേര് അന്വേഷിക്കുന്നു. കഷ്ടം തന്നെ കോൺഗ്രസ് നിങ്ങളുടെ കാര്യം. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.